ആദ്യമായിട്ട് ആദ്യം ഏൽപ്പിച്ചത്. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കില്ല. പ്രധാനമായിട്ട് 2 കാരണമാണ്. ഒന്ന്, ഈ നദിയിൽ 2013-ലും 2014-ലും ക്രമാതീതമായിട്ട് വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് ഈ വർക്ക് ഞങ്ങൾക്ക് ആ 2 വർഷം ഡിലേ ആയിരുന്നു. രണ്ടാമതൊരു കാരണം, ഇതിൻ്റെ മെത്തഡോളജിയൊക്കെ രൂപപ്പെടുത്തി ഫൈനലാക്കുന്നത് സെൻറ്റർ ഫോർ എർത്ത് സയൻസ് ആണ്. അവർ കുറഞ്ഞത് 6 പ്രാവശ്യം ഈ മെത്തഡോളജി റിവൈസ് ചെയ്യും. അപ്പം ആ മെത്തഡോളജി റിവൈസ് ചെയ്തത് മൂലം ഞങ്ങൾ അഡീഷണൽ ആയിട്ട് പല പ്രാവശ്യം ഡേറ്റ വീണ്ടും ശേഖരിക്കേണ്ടി വരുന്നു. അപ്പം അതും ഈ വർക്ക് ഡിലേ ആകാനായിട്ടുള്ള ഒരു കാരണം. അപ്പം അത് ഈ പല പ്രാവശ്യം ഡേറ്റ അഡീഷണൽ കളക്ട് ചെയ്ത് ഇത് പൂർത്തീകരിച്ചത് 2015 അവസാനം. 2016 ആദ്യം ഞങ്ങളിത് പൂർത്തിയാക്കി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും കൺസേൺഡ് റിവർ ബാങ്ക് അതോറിറ്റിക്കും ഇത് കൊടുക്കുകയുണ്ടായി. അവർ മാനേജ്മെൻറ്റ് സെക്രട്ടറി കൊടുത്ത ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ജനറലിരിക്കുന്നത്. അപ്പം ഇത് കാരണമാണ് ഇത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നതിന് കാരണം. എങ്കിലും ഇത് 2015 അവസാനം പൂർത്തീകരിച്ച് കൊടുക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു ഇഷ്യൂ വരുന്നത്, ഈ മീനച്ചിൽ റിവറിൻ്റെ ഈരാറ്റുപേട്ട മുതൽ ഇത്തിക്കൽ പാലം വരെയുള്ള ഏരിയയിലാണ് ഈ വർക്ക് ഞങ്ങൾ നടത്തിയിരുന്നത്. നദിയുടെ 2 സൈഡിലും 50 മീറ്റർ അങ്ങോട്ട് 2 സൈഡിലുമുള്ള എന്തെല്ലാം കൺസ്ട്രക്ഷൻസാണുള്ളത്, അത് ഇൻക്ലൂഡിങ് കെട്ടിടം, വഴികൾ, കയ്യേറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ മണൽ എടുക്കാവുന്ന മണലിൻ്റെ അളവുണ്ടോ ഇല്ലയോ നമുക്ക് അങ്ങനെ സാൻഡ് ഓഡിറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാൻഡ് ഓഡിറ്റിങ്ങിലാണ് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വന്നുകൊണ്ടാണ് ഈ 2 വർഷം ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഇതാണ് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്വം ഈ മീറ്റിങ്ങിലേക്ക് വന്നതിൻ്റെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് യോഗാധ്യക്ഷൻ പ്രൊഫസർ വിജയനാണ്. സാറ് ഞങ്ങളുമായിട്ട് ദീർഘകാലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. പ്രത്യേകിച്ച് സെൻറ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ് നടത്തുന്ന വർക്കുകളിൽ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിലെ വർക്കുകൾ പ്രധാനമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത് സാറാണ്. സാറിന് മറ്റ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ വശമുള്ളതുകൊണ്ട് സാറിനെ ആ ചുമതലയിലേക്ക് സാറിന് യോഗത്തിലേക്ക് തന്നെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യും. പിന്നെ യോഗ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോട്ടയത്തിലെ തിരുവനന്തപുരം ആകാശമുള്ളതാണ്. അദ്ദേഹം വരും. അദ്ദേഹമാണ് ഞാൻ മുമ്പേ പറഞ്ഞു ഈ വർക്ക് CRMനെ ഏൽപ്പിച്ചത്. അദ്ദേഹം ഇത് പീരിയോഡിക്കായിട്ട് ഇതിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് വിളിച്ചന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യനായ വ്യക്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മീറ്റിംഗിൽ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ ഡോക്ടർ ബി ഇക്ബാലാണ്. ഡോക്ടർ CRMൻ്റെ ഒരു ദീർഘകാലമായിട്ട് CRMൻ്റെ ഒരു അഭ്യുദയകാംക്ഷയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. അദ്ദേഹമാണ് ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി ഓരോ സെഷനും എന്താണെന്ന് വിശദീകരിക്കുന്നത് പ്രൊഫസർ അലക്സാണ്ടറാണ്. പ്രൊഫസർ ഉഴവൂർ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. റിട്ടയർ ആയതിനു ശേഷം CRMുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. പ്രൊഫസർ അലക്സാണ്ടറെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നീട് ഉള്ളത് ഈ ഓരോ സെഷനും ചെയർ ചെയ്യുന്ന ആളും പേപ്പർ അവതരിപ്പിക്കുന്നതുമാണ് ആൾക്കാരെയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. അത് വിശദമായിട്ട് പ്രൊഫസർ അലക്സാണ്ടർ ഓരോ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കൂടാതെ ഈ യോഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷേ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും അതിനുള്ള സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നവരെ, കൂടാതെ എൻ്റെ CRMലെ എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. CRMൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. CRMുമായിട്ട് വളരെ അഭേദ്യ ബന്ധമുള്ള ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഡോക്ടർ ഇക്ബാൽ, ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ പ്രസാദ്, ഡോക്ടർ PT പിള്ളി, അങ്ങനെ തുടങ്ങിയ അതിവിശിഷ്ട വ്യക്തികളിലൂടെ സമാഗതരായിട്ടുണ്ട്. CRM 10-25 വർഷമായിട്ട് ഇവിടെ
വളരെ നല്ല ഗവേഷണ പഠനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേപ്പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ ഒരു 10-25 വർഷമായിട്ട് CRMുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. എനിക്ക് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇത് വളരെ രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ഡോക്ടർ ജോസിനുള്ളത്. വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ എത്തിയിരിക്കുന്ന CRMന്റെ പ്രശസ്തി നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ വളരെ നല്ല പഠനങ്ങൾ ഒരു ഗവേഷണ വിദ്യാർത്ഥി കൂടുതൽ ആത്മാർത്ഥമായി പഠിക്കുവാൻ തക്ക വിധത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ CRMൽ ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെയാണ്, എപ്രകാരമാണ്, എന്താണ് എന്ന് അറിയാനുള്ള ഒരു ഏർപ്പാട് ഇതുവരെ ഈ CRM ഡയറക്ടർ നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ ഒരു ദിവസമാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ CRM നടത്തിയ ആ ഒരു വലിയ പഠനം നമ്മുടെ മീനച്ചിൽ റിവറിനെ പറ്റിയുള്ള നമ്മുടെ ഗുണനദി കവണാർ എന്ന് നമ്മളെല്ലാവരും പ്രശംസിക്കുന്ന നമ്മുടെ ശിലാകേന്ദ്രമായ മീനച്ചിൽ റിവറിനെ പറ്റിയുള്ള ഈ പഠനം നമ്മളെല്ലാവരും കൂടി ഒന്ന് വിശദീകരിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ജോസ് ബാംഗ്ലൂരിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഇവിടെ വന്നു. അദ്ദേഹത്തിന് വേറെ ഒരു നല്ല ജോലി, സർക്കാർ ജോലി കിട്ടുമായിരുന്നു. പക്ഷെ അതിൽ നിന്നും മുതിരാതെ സ്വന്തമായിട്ട് ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങി. അത് ഇപ്പോൾ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ NCR എന്ന് പറഞ്ഞ വലിയ സ്ഥാപനം പോലെ തന്നെ ആ ഒരു ശ്രേണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടും. ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത് ഇത് നമുക്ക് അഭിമാനകരമാണ്. ഡോക്ടർ ജോസിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് സർക്കാർ ജോലിക്കൊന്നും പോകാതെ, കോളേജ് വാക്കാർ പഠിക്കൊന്നും പോകാതെ, എന്നെ പോലെ ഒരു ടീച്ചറാകാതെ വർഷത്തില് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഡേ ആൻഡ് നൈറ്റ് പണിയാണ്. 24 മണിക്കൂറും ഗവേഷണം. ഇന്ന് ഹൈദരാബാദിലാണെങ്കിൽ നാളെ റാഞ്ചിയിലാണ് ബിസിനസ് ഡൽഹിയിൽ. ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ നമ്മുടെ മീനച്ചില്ലാറിനെ പറ്റി ഒരു ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. സമയമില്ല, എനിക്കറിഞ്ഞോളാം. ഞാൻ പാലക്കാരനാണ്. എൻ്റെ പിതാവ് 107 വയസ്സിൽ ഒരു ജീവിച്ച ഒരു കർഷകനാണ്. ഈ മീനച്ചിലാറിന്റെ കാര്യം എൻ്റെ ഭാഗം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. മീനച്ചിലാറില് പത്തേമാരി വന്നു ചരക്കുകൾ കൊണ്ടുപോയി ആലപ്പുഴ കൊണ്ടുപോയി ഇരിക്കുമായിരുന്നു എൻ്റെ ഭാഗം. ചുക്ക്, കുരുമുളക്, കൊപ്ര ഇതെല്ലാം ഈ പത്തേമാരിയിൽ കയറ്റി ആലപ്പുഴ കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 79 വയസ്സോളം ആവുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പാലായില് ഗ്രാപ്പുളി പെരുന്നാൾ കൂടാൻ പോകുമായിരുന്നു. ഗ്രാപ്പുളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെരുന്നാൾ പാലായില് വലിയ പെരുന്നാൾ, അരിയത്ര പെരുന്നാൾ പോലെ തന്നെ അതിന് വലിയൊരു പെരുന്നാൾ. അവിടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വാങ്ങിക്കുന്ന ഒരു വേദിയായിരുന്നു. ചട്ടി, കലം, ഉണ്ട്, തേച്ചിക്കുള്ളമുണ്ട്, വെള്ളിപ്പെരുന്നാളുള്ളമുണ്ട്, പിന്നെ അങ്ങനെ എല്ലാം ഓട്ടുകലങ്ങളെല്ലാം, ഓട്ടുപാത്രം, ഉപ്പുമുളക്, സർവ്വ സാധനം ഒരു വർഷത്തേക്കുള്ളത് വാങ്ങി ഞങ്ങൾ പോകുക. എൻ്റെ അവരോട് ഞാൻ നമുക്ക് വഴക്കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മീനച്ചിലാറിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? 4 സൈഡിൽ കെട്ടി കൈകേറി. ഇപ്പം അവിടെ ഒരു വള്ളം പോലും നമ്മൾ കാണാറില്ല. ഞാൻ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുഴുവൻ വെള്ളമാണ്. ആ റിവറിനെ പറ്റി വളരെ ശാസ്ത്രീയമായൊരു പഠനം നടത്തിയ ഡോക്ടർ ജോസിനെയും CRMനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടക്കാൻ പോകുന്നു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് നടത്തിയ വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രസക്തമായ ഒരു പഠന ഫലങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. CRMനെ
കുറേയേറെ അടുത്തു നിന്നും അതുപോലെ തന്നെ അകന്നു നിന്നും നിരന്തരമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ധാരാളം പഠനങ്ങൾ കേരളത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, സാർവദേശീയ തലത്തിൽ തന്നെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. വേണ്ടത്ര അറിയപ്പെടുന്നില്ല. കുര്യൻ സാർ പറഞ്ഞ വളരെ ശരിയാണ്. അപ്പം ഇന്ന് തന്നെ ഇവിടെ എനിക്ക് ജോസിനോട് പറയാനുണ്ടായിരുന്നത്, നിങ്ങളെ സമീപകാലത്ത് നടത്തിയ പഠനങ്ങളുടെ ഒരു പട്ടികയെങ്കിലും ഇന്നിവിടെ വിതരണം ചെയ്ത് നന്നായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ജോസിനെ എല്ലാ ദിവസവും രാവിലെ സ്ഥിരമായി എന്നെ ഫോൺ ചെയ്യുന്ന ഒരാൾ ജോസാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം വിളിക്കുമ്പോൾ പറയും അദ്ദേഹം ഛത്തീസ്ഗഡിലാണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ നിന്നായിരിക്കും അദ്ദേഹത്തെ വിളിക്കുക. ഇന്ത്യയിൽ അവിടെയൊക്കെ പഠനങ്ങളാണ്, പ്രത്യേകിച്ച് പ്രാദേശിക ഗവൺമെന്റ് സർക്കാരുകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. പ്രാദേശിക ആസൂത്രണം അതാണ് പ്രധാനമായിട്ടും CRM കേന്ദ്രീകരിക്കുന്നത്. സുഡാൻ സന്ദർശിച്ചു. ജോസിന്റെ ഒരു കുഴപ്പം, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. സുഡാനിലെ അദ്ദേഹത്തിന് നടത്തിയ പഠനത്തെ സംബന്ധിച്ച് അവിടെ പ്രാദേശിക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ്. ലക്ഷദ്വീപ് സ്ഥിരമായിട്ട് ഞാൻ പലവണ്ണം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെയും കൂടെ അവിടെ കൊണ്ടുപോകണം. ഞാനിത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ്. വീട്ടിൽ എന്നെ കൊണ്ട് ഇത് പറയിക്കരുതെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവിടെയൊക്കെ പോയി പഠനങ്ങൾ നടത്തുകയും അതിന്റെ ഫലങ്ങളൊക്കെ വിദഗ്ധ സമിതിക്ക് മുമ്പ് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കേരള സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് കുറെ ലേഖനങ്ങളൊക്കെ പൊതു മാധ്യമങ്ങളിലൊക്കെ എഴുതണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അപ്പൊ ഈ പഠനം തന്നെ എടുക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഇന്ന് നമ്മളെയൊക്കെ ഇപ്പോൾ പ്രസാദ് മാഷൊക്കെ ഇരിപ്പുണ്ട്. സാറൊക്കെ എത്രയോ ദീർഘകാലമായി സമരം ചെയ്യുന്ന ഒരു മേഖലയാണ്. സാൻഡ് മൈനിങ്ങുമായിട്ടും ഈ നമ്മുടെ മണൽ വാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അത് നമ്മുടെ പരിസ്ഥിതി അഡ്മിനിസ്ട്രേഷൻ, നദികളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ ഇന്ന് കേരളത്തെ നമ്മളെല്ലാം അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം, 44 നദികൾ കേരളത്തിലുണ്ടെന്നുള്ളതാണ് അല്ലെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദി, 3 കിഴക്കോട്ട് ഒഴുകുന്ന, നമ്മളെല്ലാവരും ആവേശം പറയാറുള്ളതാണ്. ഞാൻ കുറച്ച് നാളെ സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ചെയർമാനായിട്ട് സംസ്ഥാനം. അത് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ പഠനങ്ങളൊക്കെ നോക്കിയപ്പോൾ ധാരാളം നല്ല പഠനങ്ങൾ അവർ നടത്തി. നോക്കിയപ്പോൾ ഞാൻ കണ്ട ഈ 44 നദികളെ കുറിച്ച് വിശദമായ പഠനങ്ങൾ പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തി. ആ മലിനീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും സർക്കാർ ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു വരുന്നത്. പക്ഷെ ഒരു നടപടികളും എടുത്തിട്ടില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് നിയമങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പലതിനും നിയമങ്ങളുണ്ട്. ഇപ്പോൾ സാൻഡ് മൈനിങ്ങിനെ സംബന്ധിച്ചും നമുക്ക് നിയമങ്ങളുണ്ടല്ലേ, അതിനെ സംബന്ധിച്ച് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഇവിടെ രേഖയിൽ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷെ അത് നടപ്പാക്കുന്നുണ്ടോ, ശരിയായ രീതിയിലാണോ നടപ്പാക്കുന്നത്, നിരീക്ഷണ സംവിധാനം, ഒരു മോണിറ്ററിംഗ് സംവിധാനം നമുക്കില്ല. അതിൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇതാണ് കേരളത്തിലെ പൊതുവെ ഏത് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും ഉള്ള യാതൊരു ശ്രമങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നിയമങ്ങളുടെ അഭാവമല്ല, അവയുടെ അവഗണനയാണ് കേരളം നേരിടുന്ന മുഖ്യ പ്രശ്നം. അപ്പോൾ അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സാൻഡ് ഓഡിറ്റിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പഠനം നടത്തിയത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന മീനച്ചിലാറിൽ എവിടെയൊക്കെ ആണ് ഇനി മണൽ അവശേഷിച്ചിട്ടുള്ളത്, എവിടെയൊക്കെ മണലുകളില്ല, എവിടെയൊക്കെ ഇനി നമുക്ക് മണൽ വാരങ്ങൾ കുറേയെങ്കിലും അനുവദിക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കാരണം അത് വളരെ പ്രധാനമായിട്ടിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ആ പഠനങ്ങൾ പലപ്പോഴും സർക്കാർ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ ഒരു ദുര്യോഗം ഈ പഠനത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ പഠനത്തിന്റെ ഫലമായിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മണൽവാരിനെ സംബന്ധിച്ച് മീനച്ചിലാറുമായി അതിന്റെ പരിസര പ്രദേശത്തുള്ള അതിന്റെ തീരത്തുള്ള മണൽവാരിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അധികം ദീർഘമായി സംസാരിക്കുന്നത്, നമുക്ക് ഇതിന്റെ ഒരു അവതരണമാണ് പ്രധാനം. ഈ ഉദ്ഘാടന സമ്മേളനം അധിക സമയം എടുക്കാൻ പാടില്ല. ഞാൻ CRMന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരിടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി കേരള സമൂഹത്തെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി അറിയിക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. ഇത് 2 കാരണങ്ങൾ കൊണ്ട് ഈ പഠനം പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, നമ്മുടെ ഈ മണൽ വാരലുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ നദികളുടെ ആയുസ്സിനെ തന്നെ ബാധിക്കുന്ന ഈ മണൽ വാരലുമായി സംബന്ധിച്ചൊരു പഠനമാണ് ഒന്നാമത്. രണ്ടാമത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിന് ഓഡിറ്റിംഗ് നടത്തിയിരിക്കുന്നതാണ്. ഒരു പഠനം നടത്തി അതിൻ്റെ ഓഡിറ്റിംഗ് നടത്തിയിരിക്കുന്നതാണ്. അത് കേരളത്തിലെ പൊതുവെ അങ്ങനെ ഒരു നിരീക്ഷണം, മോണിറ്ററിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സംവിധാനം നടക്കുന്നില്ല. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായിട്ട്, പ്രസക്തമായ ഒരു ചുവടുവെപ്പായി കൂടി ഞാൻ
ഇതിനെ കാണുകയാണ്. ഒരിക്കൽ കൂടി ഇനിയിപ്പോൾ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ആമുഖ ഭാഷണം